ചിക്കൻ ഇട്ട മക്രോണി പോള തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി എന്നിവ അത് മാളിയതിന് ശേഷം അതിലേക്ക് പിന്നെ ചിക്കൻ ഇടുക. പിന്നെ അതിൽ ഗരം മസാല, പെപ്പർ പൊടി എന്നിവ ഇട്ട് നല്ല മിക്സ് ആക്കും. പിന്നെ നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഞാനിവിടെ വലിയ പാത്രത്തിലായത് കൊണ്ട് 10 മുട്ടയും മല്ലിയില, ഒരു ഗ്ലാസ് പാല്, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലോണം മിക്സ് ആക്കുക, നല്ലോണം ബീറ്റ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മളുണ്ടാക്കിയ മസാല ചേർക്കുക. ആ മസാലയും ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം മക്രോണി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ആ മക്രോണി അതിലേക്ക് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഇത് ഓപ്ഷനാണ്, വേണേൽ ചെയ്താൽ മതി. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് അല്പം പശു നെയ്യ് ചേർത്തതിന് ശേഷം ഈ ബാറ്റർ നമ്മൾ ഫുൾ അതിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അത് അമർത്തി കൊടുക്കുക ഫുള്ള്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ക്യാപ്സിക്കം, ആ ക്യാപ്സിക്കൻ്റെ ഫ്ലേവർ വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കം ഇടുക. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ചീസ്, മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിടുക. ഇത് ഓപ്ഷനാണ്, ചീസ് ഇല്ലാണ്ടും ആക്കാം. ചീസ് ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം റൗണ്ടിൽ മുറിക്കും, തക്കാളിയും റൗണ്ടിൽ മുറിച്ചും അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 20-25 മിനിറ്റ് വേവ്, അത്രേ ആവശ്യമുള്ളൂ, 20 മിനിറ്റ്. എന്നിട്ട് നമുക്ക് എന്താക്കുക, 20 മിനിറ്റ് വേവിക്കുക. അതിൻ്റെ മേലെ അല്പം പശു നെയ്യും ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം മൂടി വെക്കുക. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ കറക്റ്റ് വേവ് കറക്റ്റായി ഉണ്ടാവും. അങ്ങനെ നമ്മൾ എന്താക്കുക, തിരിച്ചൊന്ന് വേവിക്കുക ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട്. അങ്ങനെ തിരിച്ച് വേവിച്ചാൽ മക്രോണി പോള ഇവിടെ റെഡിയായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം വീട്ടിൽ ഉറപ്പായും ട്രൈ ചെയ്യണം. റമളാനിലൊക്കെ സുഖമായിട്ട് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരങ്ങൾ ഇപ്പം ചൂടൊക്കെ അല്ലേ, എളുപ്പത്തിലാക്കിയെടുക്കാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.